നീ ആരുടെ പക്ഷത്താണ്? ദൈവത്തിൻ്റെ പക്ഷത്താണോ ലോകത്തിൻ്റെ പക്ഷത്താണോ? വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പക്ഷത്താണെങ്കിൽ ലോകം നമ്മെ ദ്വേഷിക്കുമെന്നാണ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. നീ ലോകത്തിൻ്റെ പക്ഷത്താണെങ്കിൽ നിനക്കൊരുപാട് പ്രശംസയും കയ്യടികളൊക്കെ ലഭിക്കുമെന്ന് ഈശോ ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമുക്ക് ലോകത്തിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഇഷ്ടം. നിമിഷ താല്പര്യങ്ങൾക്ക് വേണ്ടി, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി നിത്യതയുടെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ താല്പര്യപ്പെടാറുണ്ട് അല്ലേ? വചനത്തിൻ്റെ ഈ കാമ്പ് പിടിച്ച് നമുക്ക് നടക്കാം. ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പക്ഷത്താണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തും, മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തും, മറ്റുള്ളവർ നമ്മളെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. ഈശോയ്ക്കുണ്ടായ അവസ്ഥ ഇത് തന്നെയാണ്. അവൻ ഒറ്റപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു, തള്ളിപ്പറയപ്പെട്ടു, ഒറ്റിക്കൊടുക്കപ്പെട്ടു. ഈ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ലോകത്തിലായിരുന്നു നമുക്ക് ഈ താമര കണ്ടിട്ടില്ലേ? താമര മനോഹരമായിട്ടുള്ള പുഷ്പമാണ് താമര. ചെളിയിൽ നിന്നാണ് അത് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തിലാണെങ്കിലും നമുക്ക് ദൈവത്തെ നോക്കിക്കൊണ്ട് വളരാനായിട്ട്, ഒരു പുതിയ ജീവിതം നയിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.